ആണ്ട് നേർച്ചകളിലും മറ്റും ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷണമാണല്ലോ വെച്ച് വിളമ്പി കൊടുക്കുന്നത്. എന്നാൽ ആ ആഹാരം ദാരിദ്ര്യം നിറഞ്ഞ പ്രദേശത്തേക്ക് മാറ്റിയാൽ അതല്ലേ അതിലും കൂടുതൽ കൂലി കിട്ടാനുള്ള കാരണമാകുന്നത്? ദാരിദ്ര്യം നിറഞ്ഞ പ്രദേശത്തേക്ക് മാറ്റാൻ ആണ്ട് നേർച്ചയുടെ ഭക്ഷണം തന്നെ വേണമെന്നില്ല. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഇത്രയും സമയം ഇരുന്ന് മൗലിദ് ഓതി, ആ സമയത്ത് ഖുർആൻ ഓതി ചെയ്യുന്നെങ്കിൽ ഒരു ഹത്തം തീർക്കൂലേ, അങ്ങനെയാണ് നമ്മുടെ ചിന്ത പോവുക. ഇത് അപകടകരമാണ്. എന്ന് പറഞ്ഞാൽ മൗലിദും സലാത്തും മുത്തുനബിയൊന്നും വേണ്ട എന്നാണോ അതിൻ്റെ അർത്ഥം? മഹാന്മാരെ അടക്കം ചെയ്യപ്പെട്ട് കിടക്കുന്ന മണ്ണ് പവിത്രമാണ്. അവർ മഹത്തുക്കളായത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. അവരുടെ പേര് പറയുന്നതും അവരുടെ ദറജ ഉയരുന്നതും അൽഹംദുലില്ലാഹ് നാടിന് വലിയ ബറക്കത്താണ്. അവരുടെ സന്തോഷം പങ്കിട്ടിട്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, പണം ചെലവഴിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായ പ്രതിഫലാർഹമായ കാര്യമാണ്. ആ പൈസ തന്നെ പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നില്ല, അല്ലാത്ത പൈസയും കൊടുക്കാം. ധാരാളം ആളുകൾ പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. ഈ മഖബറകളിലും മറ്റുമൊക്കെ തന്നെ ഞാനിപ്പോൾ വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ്റെ മഖബറയുമായി വളരെയേറെ ഞാൻ അതിലേക്ക് പോകുമ്പോൾ കയറുന്നതാണ്. എത്രയോ വർഷങ്ങളായി അവിടുത്തെ ഒരു ഖിദ്മത്ത് കൂടി ചെയ്യുന്ന ആളാണ്. അവിടെയൊക്കെ എത്രയോ സ്ഥാപനങ്ങളിലാണ് അരി കൊടുക്കുന്നത്, ഒരുപാട് പാവങ്ങളെയാണ് സഹായിക്കുന്നത്, ഒരുപാട് സംവിധാനങ്ങളാണ് അവർക്ക് ചാരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പൈസ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ഇതിവിടെ നടക്കട്ടെ, അതിനോടൊപ്പം തന്നെ പൈസ പാവങ്ങൾക്കും അർഹതപ്പെട്ടവർക്കും അനാഥകൾക്കും വിധവകൾക്കും കൊടുക്കണമെന്നത് നിർബന്ധമാണ്. അൽഹംദുലില്ലാഹ് അതൊക്കെ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ.